കഴിഞ്ഞ 20 വർഷമായിട്ട് BJPയുടെ ശക്തി കേന്ദ്രമാണ് മധ്യപ്രദേശ്. അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. BJPക്ക് എത്ര ഇതുണ്ട് എങ്കിലും BJP ഇപ്പോഴും ഈ പറഞ്ഞ മധ്യപ്രദേശിൽ കളിക്കുന്ന അല്ലെങ്കിൽ പയറ്റുന്ന രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ ആർഷഭാരത സംസ്കാരം പോലുള്ള കളികളാണ് കളിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും BJPക്ക് ഇപ്പോഴും അത്തരത്തിലൊരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ അവിടെ ഇത്തരം തന്നെ ഹിന്ദുത്വമായിട്ട് കളിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടാവുക? അല്ല, ഞാനതിനെ കാണുന്ന അത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കളിക്കുന്നു എന്നുള്ളതല്ല. ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത്. അവരുടെ വിജയിച്ച മാതൃകകൾ അവർ വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ ആർഷഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അത് ഇലക്ഷൻ്റെ ഒരു വോട്ട് കിട്ടുക എന്നുള്ളതിനുപരി BJP ശ്രമിക്കുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന്, ആദ്യത്തെ കാര്യം പിന്നെ പറയാം, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആർഷഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്. അല്ല, ഇവിടെ വളരെ വലിയ രീതിയിൽ ഇന്ത്യക്ക് സ്വാധീന ശക്തി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു പൈതൃകം വിദേശികളുടെ പലതരത്തിലുള്ള ആക്രമണം കാരണം, പല മതങ്ങളുടെ ആക്രമണം കാരണം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയതാണെന്നും അങ്ങനെ ഒരു ഇന്ത്യയെ വീണ്ടെടുക്കലും ആണ് BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന്. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടുന്നു, മതത്തിൻ്റെ കൂടെ ചേർത്തത് പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടുന്നുള്ളത്. ഈ പൈതൃകം വീണ്ടെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ട് തന്നെയാണ്. ഏത് കാര്യം അവർ ചെയ്താലും അതിനകത്ത് അതിന് അനുബന്ധമായിട്ട് ഈ പൈതൃകം വീണ്ടെടുക്കലുണ്ടാവും. ഇപ്പോൾ മധ്യപ്രദേശിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വളരെ വർഷങ്ങളായിട്ട് അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ അടുത്തിടയ്ക്കാണ് അവിടെ മറ്റേ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞത്. അപ്പം അവർക്ക് വേണമെങ്കിൽ അവരുടെ നേതാവിനെ വെച്ച് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അവർ ഇനിയുള്ള കാലത്തേക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് മധ്യപ്രദേശിൽ അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയ നേതാവിനെ കൊണ്ടുവന്നത്, മോഹൻ യാദവ് എന്ന് പറയും. ഈ മോഹൻ യാദവ് എന്ന് പറയുന്ന നേതാവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അദ്ദേഹം BA, LLB, MBA എല്ലാം 4-5 വലിയ ഡിഗ്രികളുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹവും പയറ്റുന്ന സാധനം ഈ ആർഷഭാരതമാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പം ഒരു വർഷങ്ങളോളം ഒരു എതിർ കക്ഷി കോൺഗ്രസോ വല്ലതും ഭരിച്ചെടുത്തേക്ക് ഇവർ അട്ടിമറി വിജയത്തിലൂടെ വരികയാണെങ്കിൽ അവർക്ക് പറയാനായിട്ട് ധാരാളം കാരണങ്ങളുണ്ടാവും. നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല, ഒരു രക്ഷകൻ എന്ന രീതിയിൽ അവതരിക്കാൻ പറ്റും. അത് പറ്റില്ല, കാരണം അവിടെ വർഷങ്ങളാണ് മധ്യപ്രദേശിൽ അവരാണ് ഭരിക്കുന്നത്. പിന്നെ ആർഷഭാരത സമയത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാവരും പറഞ്ഞതാണ്. അപ്പം മോഹൻ യാദവിനെ പോലുള്ള ഒരു യുവാവായിട്ടുള്ള ഒരാൾക്ക്, യുവാവെന്ന് ഉദ്ദേശിച്ച താരതമ്യേന പ്രായം കുറഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അവർ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ആർഷഭാരതത്തെ പറ്റി പറയാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രീനിച്ച് മീൻ ടൈം എന്നുള്ളത് പണ്ട് ഇന്ത്യയിലെ ഉജ്ജയിനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഞാൻ വീണ്ടെടുക്കും, അല്ലെങ്കിൽ BJP വീണ്ടെടുക്കും എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ GMT ടൈമിൻ്റെ മാറ്റി ഉജ്ജയിനിലൂടെ വരച്ചത് കൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ലോകത്തിന് എന്തെങ്കിലും ഒരു മാറ്റവും, കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും സമയം മാറ്റി എന്നുള്ളത്. ഇപ്പം GMT പ്ലസ് മൈനസ് എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ UMT പ്ലസ് ഓർ മൈനസ് എന്ന് പറയാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് നേട്ടമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ജയിച്ചു വന്നപ്പോൾ ഉടനെ ഹനുമാൻ ഒരു വലിയ ക്രെയിനിൽ കെട്ടിത്തൂക്കിയിട്ട് ഹനുമാൻ ഇങ്ങനെ വന്നിട്ടാണ് അദ്ദേഹത്തിന് മാലയിട്ട് കൊടുക്കാൻ നിൽക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ. പ്രത്യേകിച്ചും മതം അത്രത്തോളം വിഴുങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. 20 വർഷമായിട്ട് പിന്നെ സ്വാധീനത്തിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രം ഈ ഒരു ആർഷഭാരത സംസ്കാരം പയറ്റി നോക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പിന്നെ BJP ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള മൊത്തം ഒരു വർക്ക്ഷോപ്പ് ഈ ഉജ്ജയിനിയിലൂടെ തുടങ്ങാന്നുള്ളതായിരിക്കും. അങ്ങനെ ഉജ്ജയിനി മാത്രമൊന്നുമല്ല, അവരുടെ നമുക്കറിയാം അയോധ്യ വിഷയവും ഓരോ സംസ്ഥാനത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും അവരുടെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പഴയ ഇന്ത്യയിലെ പൈതൃകത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ഓരോ നേതാക്കന്മാർക്കും എന്താണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അവരത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ്, ഈ അവിടെ വർഷങ്ങളോളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റിയിട്ട് അവർ മോഹൻ യാദവിനെ കൊണ്ടുവന്നപ്പോൾ, സാധാരണ വേറെ ഏതൊരു പാർട്ടിയിലാണെങ്കിലും അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അവിടെ കുറേ പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും അദ്ദേഹം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനിയും താൻ 20 വർഷമായി ഭരിക്കുന്നതാണ്, തനിക്ക് ഇപ്പോഴും ഞാൻ ജയിച്ചു, എനിക്ക് മുന്നോട്ട് പോകാമെന്ന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്ന് മാറിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് BJP എന്ന് പറഞ്ഞ പാർട്ടിയെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം. നമ്മളിപ്പം ഇടതുപക്ഷത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ, പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്നുള്ളതൊക്കെ.
പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ കാര്യത്തിലാണ്. അവരാണ് കുറച്ചും കൂടെ സംഘടനയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും വ്യക്തികൾക്ക് കുറച്ച് മുൻതൂക്കം കുറയ്ക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകാതെ ശിവരാജ് സിംഗ് ചൗഹാൻ മാറിക്കൊടുക്കുകയും മോഹൻ യാദവിനെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ മോഹൻ യാദവിനെ അവർ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാൻ വയസ്സായി തുടങ്ങുന്നു. അപ്പോൾ അടുത്ത ഒരു 20 വർഷത്തേക്ക് അവർക്കവിടെ ഒരു നേതാവായിട്ട് അയാളെ കാണാൻ പറ്റില്ല. അപ്പോഴാണ് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഭാവിയിലേക്കും കൂടെ കരുക്കൾ അവർ നീക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മൾ BJP എങ്ങനെയാണ് ജയിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2024 കാര്യം മാത്രമല്ല അവർ നോക്കുന്നത്. അടുത്ത ഒരു 20 വർഷത്തേക്കും കൂടെയുള്ള പ്ലാനിങ് എല്ലാ സംസ്ഥാനങ്ങളും ഇതേപോലെ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.